സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ 50 അക്കൗണ്ട് കോഡ് ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തണമെന്ന്. ഇതിനകത്ത് അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ് ഉള്ളത്. വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എഴുതുന്ന വ്യക്തികൾ ഇതിൽ പേപ്പർ 3 ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ വരുന്ന സിലബസ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും പിന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ചേർന്നതാണ് ലോവറിൽ വരുന്നത്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുമെങ്കിലും നിങ്ങൾ ബെയർ ആക്ട് എന്ന് പറയുന്ന പുസ്തകം അവിടെ വെക്കാൻ അനുവദിക്കില്ല. എന്നാൽ ബാക്കിയുള്ള പുസ്തകങ്ങൾ വെക്കാൻ അനുവദിക്കും. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആ പുസ്തകം വെക്കാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഈ പുസ്തകം മാത്രമേ ലോവറിൽ ഉപയോഗിക്കാൻ അനുവദിക്കൂ. അതുപോലെ തന്നെ അക്കൗണ്ട് ടെസ്റ്റിൽ ഹയറിൽ ഇവിടെ പാർട്ട് 2 പേപ്പർ 1 എന്നതാണ് നിങ്ങൾക്കുള്ള പേപ്പർ. അതിനകത്ത് വരുന്നത്, അതായത് അക്കൗണ്ട് കോഡിൽ വരുന്ന പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഇത് മൂന്നും ചേർന്നതാണ് പാർട്ട് 2 പേപ്പർ 1 വരുന്ന അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൽ വരുന്ന ഇത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് പകരം എന്ന് പറയുന്നത് ബെയർ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കിട്ടും. 250-300 രൂപയാണ്. അത് വാങ്ങി വെക്കുക. തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് 10 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അതേപോലെ തന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഇതിന്റെ വോളിയം 2 നമ്മൾ നേരത്തെ ലോവറിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പേപ്പർ 4. അപ്പൊ ഇവിടെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഇതെല്ലാം കവർ ചെയ്യുന്ന, ലോവർ ആയിരുന്നാലും ശരി ഹയർ ആയിരുന്നാലും ശരി. ഇതിപ്പോ 2016 നടത്തിയ ഒരു പരീക്ഷയുടെ കുറെ ക്വസ്റ്റ്യനുകളാണ്, സെലക്ടഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗവൺമെന്റ് അക്കൗണ്ട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ 3 പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ് ഗവൺമെന്റിനുള്ളത്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഫണ്ട്. അപ്പൊ ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റൂ. ഇതിനകത്ത് നിന്ന് തന്നെ ഏകദേശം 15-20 ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 101, ക്യാഷ് ബാലൻസ് ഹെൽഡ് ഇൻ എ സ്റ്റേറ്റ് ട്രഷറി ഫ്രം പാർട്ട് ഡാഷ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെ എല്ലാ ക്വസ്റ്റ്യനിലും 4 ഓപ്ഷൻ വീതം തന്നിട്ടുണ്ട്. അതിനകത്ത് റെഡ് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കറക്റ്റ് ആൻസർ. ശ്രദ്ധിക്കണം. ആൻസർ പബ്ലിക് അക്കൗണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്. ഇത് 3 ഗവൺമെന്റിന്റെ അക്കൗണ്ട്. ഇത് 3 കൃത്യമായിട്ട് പഠിക്കുക. ഇത് ഓർഡർ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് 1, 2 എന്ന് പറയുന്നത് കണ്ടിൻജൻസി ഫണ്ട്, 3 എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്. ഇത് 3 ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. കാര്യം പലപ്പോഴും സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിൻജൻസി ഫണ്ട്, ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട്, തേർഡ് പാർട്ട് എന്ന് പറയുന്ന പബ്ലിക് അക്കൗണ്ട്. ഈ പബ്ലിക് അക്കൗണ്ടിൽ വരുന്നതെല്ലാം തന്നെ അതിനകത്ത് ക്രെഡിറ്റ് ചെയ്യുന്ന എല്ലാ എമൗണ്ടുകളും തന്നെ തിരിച്ച് ഗവൺമെന്റിന് കൊടുക്കേണ്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട്, നമുക്ക് കിട്ടുന്ന ശമ്പളം എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് ഓർമ്മ വേണം. Question number 102. The Comptroller and Auditor General of India derives his powers and duties in relation to the accounts of Union and states from which articles of the Constitution? ഇവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരേ ഒരാളേ ഉള്ളൂ. അവർ നിയമിക്കുന്ന ആൾക്കാരാണ് അക്കൗണ്ടന്റ് ജനറൽ. ഓരോ സ്റ്റേറ്റിനും അക്കൗണ്ടന്റ് ജനറൽമാരുണ്ട്. ഇവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഡ്യൂട്ടീസും പവേഴ്സും തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിളാണ് 149-ഉം 50. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം. നിർബന്ധമായും ചോദിക്കും, പലതരത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 103. The contingency fund of the state will be at the disposal of whom? Answer governor. ഇവിടെ കണ്ടിൻജൻസി ഫണ്ട് വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവർണറുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിലാണെങ്കിൽ പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഓർമ്മ വേണം, കണ്ടിൻജൻസി ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റേറ്റിലെ ഗവർണറും സെൻട്രലില് പ്രസിഡന്റുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
Question number 104. Initial accounts of which type of receipts are kept in treasury? Answer: tax receipts. Question number 105. When does the state accountant general prepares the finance accounts of the state to be submitted to Comptroller and Auditor General of India? Answer: as soon as the March final accounts are closed. Question number 106. A copy of the monthly accounts of each state government is submitted to dash by the Accountant General consent. Answer: state government. ഇവിടെ അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ, അതിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് മെയിൻ ആയിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെന്റിനുള്ള. അപ്പൊ അവർ ഓരോ സ്റ്റേറ്റിലെത്തിക്കും വേണ്ടി അവരുടെ കീഴിൽ അക്കൗണ്ടന്റ് ജനറൽമാരുണ്ട്, ഓർമ്മ ഇരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 107. വിച്ച് ആർ ദി മെയിൻ പാർട്സ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ്? ആൻസർ: കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഫണ്ട്. ഇത് മൂന്നുമാണ് ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓർമ്മിച്ച് പഠിക്കുന്നത് ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 108. The expenditure met from borrowed funds with the objects of increasing concrete assets of a permanent character is called dash expenditure. Answer: capital. Question number 109. General financial statement incorporating summary of accounts of central and of all state governments for the proceedings final year is called dash of central and state governments in India. Answer: combined appropriation and revenue accounts. ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കിയാൽ മാത്രമേ അതിനകത്തുള്ള ഫണ്ട് വിനിയോഗിക്കാൻ പാടുള്ളൂ. ഓർമ്മ വേണം. അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 110. Transactions such as remittance of cash between treasuries and currency chest and accounts between different accounting circles appear under dash in part 3 of government accounts. Answer: remittance and suspense. അതായത് ഗവൺമെന്റ് അക്കൗണ്ടിന്റെ തേർഡ് പാർട്ട്, അതായത് പബ്ലിക് അക്കൗണ്ട്. 3 അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തേർഡ് പാർട്ട്, അതിനകത്താണ് റെമിറ്റൻസ് ആൻഡ് സസ്പെൻസ് എമൗണ്ട് ഒക്കെ അതിനകത്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മാത്രമാണ് ഈ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നതോ നമ്മുടെ പബ്ലിക് അക്കൗണ്ട് ഹെഡിലേക്ക്, പബ്ലിക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 111. Within each division of government accounts, the sectors are subdivided into dash head. Answer: major. Question number 112. Each major head is allotted a code number which is dash digital Arabic number. Answer: 4. Number 113. Receipt major heads of revenue account are assigned to the block of consecutive serial numbers from dash. Answer: 0020 to 1999. ഇവിടെ അക്കൗണ്ട് ഹെഡ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ മുകളിൽ ഈ 113ാമത്തെ ക്വസ്റ്റ്യനിൽ 4011 എന്നിട്ടിരിക്കുന്നു. ഇത് റിസിപ്റ്റ് ആണ്. എന്നാൽ അതിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ 2011 കണ്ട, അതിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അവിടെ ഈ ഒരു ഇപ്പൊ 2011 ഓടൊപ്പം ആ രണ്ടിനോടൊപ്പം 2 കൂട്ടുമ്പോഴാണ് ഈ 4 വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഹെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിലുണ്ട്. പുസ്തകം ജസ്റ്റ് ഒന്ന് വായിക്കുക. ഉറപ്പായിട്ട് ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ഹെഡ് ഓഫ് അക്കൗണ്ട് ബേസിൽ ചോദിക്കും. നിങ്ങൾക്ക് പുസ്തകം നോക്കി എഴുതാവുന്നതേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 114. കോഡ് നമ്പർ 4000 denotes. ആൻസർ: ക്യാപിറ്റൽ റിസിപ്റ്റ് മേജർ ഹെഡ്. ക്വസ്റ്റ്യൻ നമ്പർ 115. വിച്ച് ഈസ് ദി മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ അക്കൗണ്ട്സ്? ആൻസർ: മേജർ ഹെഡ്. Question number 116. The scheme for activities under a program is depicted in government accounts are? Answer: subhead. Question number 117. Whose approval is required to introduce a new major minor head of account? Answer: Comptroller and Auditor General of India. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഇത് ഇന്ത്യ ഒട്ടുക്ക് ഒരേ അക്കൗണ്ടിങ് പാറ്റേൺ ആണ്, അതറിയാമല്ലോ. നമ്മുടെ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന അതേ അക്കൗണ്ട് ഹെഡ് തന്നെയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലും ഉപയോഗിക്കുന്നത്.
ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം സെൻട്രൽ ഗവൺമെന്റിന് വരവ് ചെലവ് കണക്കുകൾ തീരുമാനിക്കാൻ ഒരു രാജ്യത്തിന്റെ. അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന മേജറോ മൈനറോ ഹെഡുകളിൽ തുടരണമെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി വേണം. അവർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. മറ്റുള്ള ഒരു വ്യക്തിക്കും, അതായത് ഇവർ നിയമിക്കുന്ന അക്കൗണ്ടന്റ് ജനറലിനൊന്നും തന്നെ ഇതിൽ മേജർ അക്കൗണ്ടിലും മേജർ ഹെഡിലും മൈനർ ഹെഡിലും തൊടാനുള്ള അധികാരമില്ല. ഓർമ്മ വേണം, ഇന്ത്യ ഒട്ടുക്ക് ഒരേ അക്കൗണ്ടിംഗ് പാറ്റേൺ ആണ്. Question number 118. The code number sent to contingency fund. Answer 8,000. ഓർമ്മ വേണം, contingency ഫണ്ടിന്റെ അക്കൗണ്ട് ഹെഡ് 8,000. Question number 119. The accounts of central and state government shall be kept in such form as Comptroller and Auditor General may prescribe with the approval of whom? Answer President. പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രോജക്റ്റിൽ വരുന്ന ഫോമുകൾ അപ്രൂവ് ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 120. ദി അക്കൗണ്ടന്റ് ജനറൽ ഷാൽ ഹാവ് ദി ഡിസ്ക്രിഷൻ ടു ഓപ്പൺ ദി പ്രിസ്ക്രൈബ്ഡ് ഡാഷ് ഹെഡ്. ആൻസർ ഡീറ്റെയിൽഡ് ഹെഡ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മൈനർ, സബ്, ഡീറ്റെയിൽഡ്, സബ് മേജർ. കണ്ട, ഇവിടെ അക്കൗണ്ടന്റ് ജനറലിന്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമിക്കുന്ന അക്കൗണ്ടന്റ് ജനറലിന് ഡീറ്റെയിൽഡ് ഹെഡിൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്താൻ അധികാരമുള്ളൂ. ഒന്ന് ആഡ് ചെയ്യണമെങ്കിലോ കൂട്ടിച്ചേർക്കണം. അതായത് നമ്മൾ വേജസും സാലറി അങ്ങനെയൊക്കെ വരുന്നില്ലേ, അതാണ് ഈ ഡീറ്റെയിൽഡ് ഹെഡായിട്ട് മാറുന്നത്. മറ്റുള്ള ഒന്നിനും, അതായത് മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് മേജർ ഹെഡ്, സബ് മൈനർ, ഇതിനൊന്നും തന്നെ ഇവർക്ക് തൊടാനുള്ള അധികാരമില്ല. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് തന്നെയാണ് അധികാരം. Question number 121. What is mod VAT? Answer modified value added tax. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിച്ചിട്ടുള്ളതാണ്. Next question 122. In a public works division, a subdivisional officer's principal account records include. Answer cash book, muster roll, works abstract. Question number 123. Appropriation accounts of each state government is prepared by whom? Answer State Accountant General. Question number 124. Expenditure heads of capital account include. Answer Capital Account of Economic Service. Question number 125. Who maintained the General Provident Fund account of government servants in Kerala? Answer Accountant General A&E. ഈ നമ്മുടെ GPF ഒക്കെ പോകുന്നത് എവിടേക്കാണ്? പബ്ലിക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ഗവൺമെന്റിന് 3 അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് വരുന്നത് പബ്ലിക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കാര്യം GPF നമുക്ക് തിരിച്ചു തരേണ്ടുന്ന എമൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 126. പാർട്ട് 3 ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട് ഈസ്. കണ്ടോ, ഇവിടെ പാർട്ട് 3 എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നു. ചില ക്വസ്റ്റ്യനിൽ പാർട്ട് 1 ചോദിക്കും, പാർട്ട് 2 ചോദിക്കും. ഞാൻ പറഞ്ഞു ഓർഡർ അനുസരിച്ച് പഠിക്കണം. അതായത് കണ്ടിൻജൻസി ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. അപ്പൊ ഇത് 3 ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കണം. അപ്പൊ പാർട്ട് 3 എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട് ആണ്. ആൻസർ പബ്ലിക് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 127. ഹു ഈസ് റിഗാർഡഡ് ആസ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദി കമ്മിറ്റീസ് ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിംഗ്സ്? ആൻസർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. Question number 128. Who is recognized as the head of Indian Audit and Accounts Department? Answer Comptroller and Auditor General of India. Question number 129. What are the threefold control over the financial administration in a state? Answer legislative, administrative and audit control. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. Question number 130. What does the minor head of account identify? Answer programs. മൈനർ ഹെഡിൽ വരുന്നതെല്ലാം പ്രോഗ്രാംസ് ആണ്, ഓർമ്മ വേണം. Question number 131. Who prepares the combined finance and revenue account? Answer Comptroller and Auditor General of India. Question number 132. The auditor reports are signed by dash and countersigned by the Comptroller and Auditor General. Answer Principal Audit Officers. Question number 133. All government companies
incorporated under dash in which central government is a member could be examined by the Committee on Public Undertakings. Answer, Companies Act. ഗവൺമെന്റ് കമ്പനി ആയാലും കമ്പനീസ് ആക്ട് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. Question number 134. Who is recognized as the head of Indian Audit and Accounts Department? Answer, Comptroller and Auditor General. Question number 135. The administrative power of Comptroller and Auditor General will be governed by rule is made by whom? Answer, President. Question number 136. Who can relieve the Comptroller and Auditor General from the responsibility of compiling the accounts of state with the previous approval of President and after consultation with Comptroller and Auditor General? Answer, Governor of State. Question number 137. Government money is not kept in. Answer, concurrent account. Question number 138. Which of the following does not come under the main division of government accounts? Answer, sinking fund. Question number 139. In the government accounts, part 1 of the accounts is called. Answer, consolidated fund. Question number 140. Interest payments are classified as. Answer, revenue expenditure. Question number 141. Suspense account is classified under. Answer, public account. Question number 142. Defense service fall under sectors. Answer, general service. Question number 143. Letters of English alphabet denotes. Answer, sectors. Sectors എല്ലാം ABCDEF അങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. Question number 144. The expenditure in respect of salaries, allowances and pension payable to judges of the Supreme Court are charged on the dash. Answer, consolidated fund. നമ്മുടെ സാലറിയും ഒക്കെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പേയ്മെന്റ് നടത്തുന്നത്. Next question. Salary and allowances, pensions, etc. in respect of the Comptroller of India shall be charged on the dash. Answer, consolidated fund. Question number 145. Every judge of the Supreme Court is appointed by the dash. Answer, President of India. Question number 146. The Supreme Court of India consists of a Chief Justice of India with other judges of not more than dash. Answer, 30. Question number 147. The audit reports of the CAG of India relating to the accounts of the Union shall be submitted to the dash. Answer, President of India. Question number 148. The audit report is prepared by the CAG of India in accordance with the article dash of the Constitution of India. Answer, 151. Question number 149. Chief Minister of a state is appointed by the dash. Answer, Governor. Question number 150. The Advocate General of the state shall be appointed by the dash of the state. Answer, Governor. ഈ വീഡിയോയും ക്വസ്റ്റ്യനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.